കേരളം നാളെ ബൂത്തിലേക്ക്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചൂട് വേനൽച്ചൂടിനെയും അതിജീവിച്ചുകൊണ്ട് ടി വിയിലും പത്രങ്ങളിലുമൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ ഞങ്ങളുടെ സ്കൂളിലെ പാർലമെൻറ്റ് ഇലക്ഷനെക്കുറിച്ച് ഓർത്തത്. പിന്നെ മൊബൈലെടുത്ത് വീഡിയോകളും ചിത്രങ്ങളും എടുത്ത് എഡിറ്റ് ചെയ്ത് ഇട്ടു. കുട്ടികൾ ഭാവിയിൽ അഭിമുഖീകരിക്കേണ്ട പൊതു തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവമാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കുഞ്ഞുങ്ങൾക്കും തെരഞ്ഞെടുപ്പെന്നും വോട്ടെടുപ്പെന്നും കേൾക്കുമ്പോൾ യാതൊരു അതിശയവും ഉണ്ടാകാറില്ല. 23-24 വർഷത്തിലെ ചിത്രങ്ങളാണ്, വീഡിയോസാണ്. സ്കൂൾ പാർലമെൻറ്റ് ഭാരവാഹികളെ തിരഞ്ഞെടുക്കുമ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കലും അത് സൂക്ഷ്മ പരിശോധന നടത്തി സ്വീകരിക്കലും പത്രിക പിൻവലിക്കലും സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പരസ്യപ്പെടുത്തലും പ്രചാരണവും എല്ലാം സ്കൂൾ പാർലമെൻറ്റ് രൂപീകരണം എല്ലാ പ്രോട്ടോക്കോളും അനുസരിച്ചാണ് ഞങ്ങൾ നടത്തുന്നത്. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഞങ്ങൾ അടാട്ട് BVP സ്കൂളിൽ എല്ലാ വർഷവും തിരഞ്ഞെടുപ്പ് നടത്തിവരുന്നു. പോളിംഗ് ഓഫീസർ, പ്രിസൈഡിംഗ് ഓഫീസർ, ഇങ്ങനെ കുട്ടികൾ വളരെയധികം ആകാംക്ഷയിലും ആവശ്യത്തിലുമായിരുന്നു. കുട്ടി സ്ഥാനാർത്ഥികൾ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളോടൊപ്പം പ്രചരണത്തിന് കഴിവ് തെളിയിച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ വെല്ലുന്ന തരത്തിലായിരുന്നു കേട്ടോ ഈ കുട്ടികളുടെ പ്രചാരണം. വോട്ടർ അകത്തെത്തിയപ്പോൾ ID കാർഡ് നോക്കി കുട്ടികളെ അകത്തേക്ക് കടത്തിവിടുവാൻ നിയുക്തരായ വിദ്യാർത്ഥികളും അധ്യാപകരും, പേരും ക്ലാസും നോക്കി കൈകളിൽ അടയാളമിടുന്ന അധ്യാപകർ, പൊതു തെരഞ്ഞെടുപ്പ് എന്താണെന്ന് മനസ്സിലാക്കാനും ഭാവിയിൽ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനും സ്ഥാനാർത്ഥിയാകാനുമൊക്കെയുള്ള പ്രചോദനം കുട്ടികൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകർ വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം വോട്ടർ പെട്ടികൾ സീൽ വെച്ച് ഭദ്രമാക്കുന്നു. സ്ഥാനാർത്ഥികളുടെ മുന്നിൽ വെച്ചു തന്നെ അത് പൊട്ടിക്കുന്നു. റിസൾട്ട് അറിയാനുള്ള ആകാംക്ഷ, ആരായിരിക്കും ജയിക്കുക, 1ാം ക്ലാസ്സുകാരും 12ാം ക്ലാസ്സുകാരനും ഒരുപോലെ ത്രില്ലടിച്ചു നിന്നു വോട്ട് ചെയ്യുന്നു. താൻ വോട്ട് ചെയ്തതിന് ശേഷം തൻ്റെ സ്ഥാനാർത്ഥിയുടെ ജയത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ബാലറ്റ് പേപ്പറുമായി ആരെയോ കാത്തിരിക്കുന്നു. അതുപോലെ രഞ്ജു ടീച്ചറും ഷൈന ടീച്ചറും രേഷ്മ ടീച്ചറും സാറും നിയുക്തമായ നോക്കിയിരിക്കുന്നു. സ്ഥാനാർത്ഥികളായ കുട്ടികളാണ് ചുറ്റും. അവരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് അത് സീൽ വെച്ച് ഭദ്രമായിട്ടാണ് അത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അതിനുശേഷം ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. എന്നിട്ടാണ് വോട്ടെണ്ണൽ തുടങ്ങിയത്. 1ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കൾ, എന്താണെന്ന് പോലും അറിയാത്തവർ, എന്തോ കണ്ടോ പരിഭ്രമിച്ച് നിൽക്കുന്നവരുണ്ട്. അവരെ ടീച്ചേഴ്സ് കൊണ്ടുപോയി വോട്ട് ചെയ്യാൻ സഹായിക്കുന്നു. വളരെ വ്യക്തമായി തന്നെ അവർ അവരുടെ ആ സമ്മതിദാനാവകാശം നിർവഹിക്കുന്നു. അതിനുശേഷം ചെന്ന് കുഞ്ഞു കൈകളിൽ ആ വയലറ്റ് നിറമുള്ള അടയാളം വാങ്ങി വളരെയധികം സന്തോഷത്തോടു കൂടി പുറത്തേക്ക് വരുന്നു. ഓരോ കുഞ്ഞുങ്ങളും എന്ത് അഭിമാനത്തോടെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സന്ധ്യ ടീച്ചറും മധുമതി ടീച്ചറും ബാലറ്റ് പേപ്പറുകൾ കൊടുക്കാനും കൈകളിൽ അടയാളമിടാനും ഇരിക്കുന്നു. കുട്ടികൾ വളരെ ആഹ്ലാദത്തോടു കൂടി തന്നെ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നു. കണ്ടോ, വളരെ നല്ല രീതിയിൽ അവർ വോട്ട് ചെയ്ത് സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ ഒരു അനുഭവം അവർക്ക് നൽകാൻ ഞങ്ങൾക്കായതിൽ ഞങ്ങളും അഭിമാനിക്കുന്നു. ഓരോ വർഷവും ഈ ഒരു ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികളുണ്ടാകാം. സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചവരും സ്ഥാനാർത്ഥിയായിട്ടും വിജയിക്കാത്തവരും അല്ലേ? നിങ്ങൾ എന്താണ് സ്കൂളിന് വേണ്ടി ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടികൾ നിഷ്കളങ്കമായി അവർ പറഞ്ഞത്, ഓരോ ക്ലാസ്സിലും പോയി എന്താണ് അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിയുകയും അത് പരിഹരിക്കുകയും ചെയ്യുന്നു. ചെറിയ കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കുമെന്നൊക്കെ ഒരു വലിയ നേതാവിനെ പോലെ അവർ പറഞ്ഞു. ആഹ്ലാദാരവത്തോടെയാണ് അന്നത്തെ ദിവസം അവസാനിച്ചത്. വളരെ സന്തോഷത്തോടു കൂടി. താങ്ക് യു.